കേരള തീരത്ത് അടിക്കടി ഉണ്ടാകുന്ന കപ്പൽ അപകടം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ. ഒരു മാസത്തിനിടെ അറബിക്കടലിൽ 2 കപ്പൽ അപകടങ്ങളാണ് ഉണ്ടായത്. ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി സ്റ്റെല്ലസ് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി വി വിനീഷ് ചേരുകയാണ്. വിനീഷ്, പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു മാസത്തിനിടെ 2 വലിയ അപകടങ്ങളാണ് അറബിക്കടലിൽ ഉണ്ടായത്. ഇത് തീരദേശത്തെ ആകെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരുന്നു. ഇപ്പോഴും ആ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. ഈ കപ്പലിൽ കണ്ടെയ്നറുകൾ അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഇവിടെ കൃത്യമായ രീതിയിൽ സമഗ്രമായ ഒരു അന്വേഷണം അത് കേന്ദ്ര ഏജൻസികൾ തന്നെ നടത്തണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ 2 അപകടങ്ങളാണ് തുടർച്ചയായി ഉണ്ടായത്. ഈ 2 അപകടങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം വേണം. അത് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണമാണ് സുതാര്യമാവുക എന്നാണ് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ ഒരു നിലപാടുമായി സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന അധ്യക്ഷൻ പി സ്റ്റെല്ലസ് ആണ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ ഇത്തരം അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതിൽ ദുരൂഹതയുണ്ട്. മറ്റ് തുറമുഖങ്ങൾ ഉള്ള സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത് അത് വലിയൊരു തരത്തിൽ, പക്ഷേ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞത്തെത്തിയിട്ട് തിരിച്ചു മടങ്ങുന്ന ബോട്ടുകളിലും അല്ലെങ്കിൽ വലിയ കപ്പലുകളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം വേണം. ആ അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് തന്നെയാകണം അത്തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകേണ്ടത് എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് വിനീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ചൈന, മ്യാൻമാർ, ഇന്തോനേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാരാണ് ഈ കപ്പലിലുള്ളത്. സിംഗപ്പൂർ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഒരു കപ്പൽ. ഇത്തരത്തിൽ വിദേശ കപ്പലുകൾ അറബിക്കടലിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു, തീപിടിക്കുന്നു, വലിയ കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്ന സാഹചര്യം. നിലവിൽ ഈ കപ്പൽ ദിശ തെറ്റി അല്ലെങ്കിൽ നിയന്ത്രണം തെറ്റി അതിന് നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ഇവിടത്തേക്കും അത് സഞ്ചരിക്കാം, എവിടത്തേക്കും ഏത് തീരത്തേക്കും അത് എത്താം എന്നുള്ള ഒരു സാധ്യത മുന്നിലുണ്ട്. ഒപ്പം ഇത് മുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ ആശങ്കയാണ് മുന്നിലുള്ളത്. ഇത്തരം ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ അടിക്കടി ഉണ്ടാകുമ്പോൾ ഒരു മാസത്തിനിടെ 2 വലിയ അപകടങ്ങളാണ് ഉണ്ടായത്, കപ്പൽ അപകടങ്ങളാണ് ഉണ്ടായത്. ചില ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് സ്വാഭാവികമായി ഉയരുന്നത്. മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നത് അത് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾ പങ്കുവയ്ക്കുന്ന ആശങ്ക അത്തരത്തിൽ തന്നെയാണ്. ഈയൊരു അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് തുടർച്ചയായി 2 അപകടങ്ങൾ ഇപ്പോൾ ഉണ്ടായി. ആ അപകടങ്ങളിൽ ദുരൂഹതയുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം വരുത്തണം. ദുരൂഹത ഉണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസികളാകണം എന്ന നിലപാട് തന്നെയാണ് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായിരുന്നാലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഈ വിഷയത്തിൽ ഉടനടി ഉണ്ടാകണം എന്ന ആവശ്യം മത്സ്യത്തൊഴിലാളികളും മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ആക്ഷേപം ഉയർത്തുന്നത്.